ഹലോ ഗൈസ്, നമ്മൾ ഫുഡിന്റെ ഒരു പരിപാടിയാണ് ചെയ്യാൻ പോണത്. കുട്ടികൾ ഉള്ള വീടുകളാണ് ഒരുവിധം. എല്ലായിടത്തും കുട്ടികളുള്ള വീടുകളാണ്. പക്ഷെ കുട്ടികൾക്ക് നമ്മൾ എന്ത് ഭക്ഷണം കൊടുക്കും എന്നുള്ള എല്ലാ അമ്മമാർക്കും ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ ചെയ്യണ്. ഇപ്പൊ താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ വൈകിട്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തെങ്കിലും കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് ഞാൻ ഒരു സംഭവം ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാണാം. നമുക്ക് അതിനായിട്ട് വേണ്ടത് ഒരു സബോള ഒരെണ്ണം മതി, ഒരു പച്ചമുളക്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, 2 കോഴിമുട്ട, 2 ഉരുളക്കിഴങ്ങ്. സിമ്പിളായിട്ടുള്ള പരിപാടി നടത്തണേ. കുറച്ച് കറിവേപ്പില. സിമ്പിളായിട്ട് നമ്മൾ ചെയ്യണേ. അപ്പൊ ഇത് മതി, ധാരാളം മതി. 2 കോഴിമുട്ട. ആദ്യം നമ്മളിത് ഇതിൽ വയ്ക്കാം. ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് തരുന്നത്. ഇത് നമ്മൾ കുക്കറിലിട്ട് വേവിക്കാൻ വയ്ക്കാം. ഉപ്പിടാം. പാകത്തിന് ഉപ്പിടാം. കുക്കറിൽ ഒരു 3 വിസില്. അപ്പോഴേക്കും നമുക്കിത് ഈ സബോള ഒക്കെ അരിഞ്ഞിടുക. സിമ്പിളായിട്ട് അരിയുന്ന പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത്. പെട്ടെന്ന് പാചകം ചെയ്ത് കൊടുക്കാനായിട്ടുള്ള സംഭവങ്ങളാണ്. ഇങ്ങനെ അരിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു. അതേപോലെ പച്ചമുളക് നൈസായിട്ട് അരിയണം. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സബോള, പച്ചമുളക്, വെളുത്തുള്ളി 3-4 അല്ലി മതി. ഒരു 3 കുറച്ച് കറിവേപ്പില. നമുക്കിത് മതി. ഇനി നമുക്ക് ഇത് പാചകം ചെയ്യാൻ നോക്കാം. അതിന് മുമ്പ് നമ്മുടെ വിസിലടിച്ചോട്ടെ. 3 വിസിൽ കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം. അപ്പൊ ഇതിലേക്ക് ഗോതമ്പ് മാവ് എടുക്കാം. മൈദ ഉണ്ടെങ്കിൽ മൈദ എടുത്താലും മതി. ഇതിനാവശ്യമുള്ളൂ. നമ്മളിപ്പോ കുറച്ചുണ്ടാക്കിയാൽ മതി. ഒരു കപ്പ് 1.5 കപ്പ് ഗോതമ്പ് മാവ് എടുക്കാം. ഇനി അത് നമുക്ക് കുഴയ്ക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. ലേശം ഉപ്പിട്ടാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് വെള്ളം വെച്ച് കുഴയ്ക്കാൻ നോക്കാം. അപ്പോൾ ഈ ഗോതമ്പ് പൊടി നമ്മൾ കുഴച്ച് ചപ്പാത്തി പരുവാക്കിയിട്ടുണ്ട്. ചപ്പാത്തിയുടെ അത്ര വലിയാലും കുഴപ്പമില്ല, വെറുതെ ഒന്ന് കുഴച്ചാൽ മതി. കാരണം പെട്ടെന്ന് നമ്മൾ എടുക്കുന്നതാണത്. അപ്പോൾ നമുക്കിത് ഒരു പാൻ ചൂടാക്കാനായിട്ട് വയ്ക്കാം. വലിയ ആർഭാടായിട്ടുള്ള പാനൊന്നുമല്ലത്. നമ്മുടെ വീടുകളിലൊക്കെ
അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി, കൂടുതലൊന്നും വേണ്ട. ഇതിലേക്ക് നമുക്ക് ആദ്യം ഇടേണ്ടത് കുറച്ച് കൂടി ഒന്നിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഓരോന്നോരും തട്ടി കൊടുക്കാം. ഇതൊന്നും ശരിക്ക് വാടി വരണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ചിടാം. കുറച്ച് ലേശം ഉപ്പിടാം. ഇപ്പം എല്ലാത്തിനും നമ്മൾ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ് പെട്ടെന്ന് വാടാനും വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ലേശം ഉപ്പിട്ടാൽ മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ മുളക് ആവശ്യമുള്ള ആൾക്കാർക്ക് മുളക് പൊടി ഇടാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ മുളക് പൊടിയുടെ ആവശ്യം ഇല്ല. കുട്ടികൾക്ക് ഈ നമ്മുടെ പച്ചമുളക് ഇട്ടാറിൻ്റെ പച്ചമുളകിൻ്റെ ആ മുളക് മതി, ധാരാളമുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഞാൻ ഒന്നും മുളക് പൊടി ഒന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഇടാം കുറച്ച് ഗരം മസാല. നമുക്ക് കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ശരീരം വാടിക്കൊണ്ടിരിക്കുന്നത് മതി, കുറച്ചത്ര മതി, ഈ വാട്ടം മതി. നമ്മൾ കോഴിമുട്ട നേരത്തെ റെഡി ആയിട്ടുണ്ട്. കോഴിമുട്ടയും ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചിടുക. കൈ കൊണ്ട് തന്നെ ഉടച്ചാൽ മതി. ശരിക്കൊന്ന് ഉടയാൻ പാകത്തിലായിട്ടുണ്ട്. കോഴിമുട്ടയും അതേപോലെ തന്നെ ഉടച്ചെടുക്കുക. ഇനി നമ്മൾ അവിടെ പാചകം ചെയ്ത് വെച്ച മസാല കൂട്ടിയിലേക്ക് ഇടാം. എല്ലാം കൂടി മിക്സ് ചെയ്യാം. നമുക്ക് പാൻ ഒരെണ്ണം ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി. ഇത് മുങ്ങി കിടക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിപ്പോൾ ഇനി പാം ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒന്ന് ചൂടാവട്ടത്. അപ്പോഴേക്കും നമുക്ക് കുറച്ച് പണിയുണ്ട് വേറെ. ചൂടാകുമ്പോഴേക്കും നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ആദ്യം കുറച്ച് വെള്ളം നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം
അങ്ങനെ വെക്കണം. അപ്പോൾ പൊട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ കുറേശ്ശെ മാവ് കുറേശ്ശെ എടുത്താൽ മതി. നമ്മുടെ കയ്യിൽ തന്നെ വെച്ച് പരത്തിയെടുക്കുക. അത് കയ്യിൽ വെച്ച് തന്നെ പരത്തിയെടുക്കുക. സിമ്പിളായിട്ട് എന്താ ഇങ്ങനെ പരത്തിയെടുക്കുക. കുറച്ച് മസാല കൂട്ടിന്ന് എടുക്കുക. വളരെയധികം കുറച്ച് മതി. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് എടുക്കുക. നമുക്കിതിപ്പോൾ എൻ്റെ സിമ്പിളായിട്ട് ഇത് ഇങ്ങനെ പതുക്കെ ഇത് അത് തിളയ്ക്കാനായിട്ട് നമ്മൾ വെച്ചിരുന്നെങ്കിലും ലോ ഫ്ലെയിമിൽ വെച്ച് എടുത്താൽ മതി. ഓക്കെ. അടുത്തത് കയ്യിൽ വെച്ച് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കേസാണ്. കുറച്ചെടുക്കുക. കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പലഹാരങ്ങൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി അതേപോലെ തന്നെ എല്ലാനും നമ്മൾ ഇതേപോലെ കുഴച്ചെടുക്കുക. അപ്പൊ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇതും കൂടി 2 കൂടി ഉള്ളൂ. ഇതും കൂടി നമ്മൾ കോരി ഇതിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ കുട്ടികൾക്കുള്ള ഭക്ഷണത്തിൻ്റെ പരിപാടി ശരിയായിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം.